So students, നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തത് സീക്വൻസസ് എന്താണ് എന്നുള്ളതാണ്. അതായത് ഒരു ഫൈനൈറ്റ് സീക്വൻസ് എന്താണെന്ന് പറഞ്ഞു, അതിനുശേഷം ഒരു ഇൻഫിനിറ്റ് സീക്വൻസിനെ ഡിഫൈൻ ചെയ്തു, കുറച്ച് എക്സാമ്പിളുകൾ ചെയ്തു. ഇൻഫിനിറ്റ് സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3-4 തിയറങ്ങളും കാര്യങ്ങളും നമ്മൾ പറഞ്ഞിരുന്നു. സ്ക്വീസ് തിയറം പോലത്തെ വളരെ പ്രധാനപ്പെട്ട പക്ഷേ വളരെ എളുപ്പമായിട്ടുള്ള രസകരമായിട്ടുള്ള കുറച്ച് തിയറങ്ങളാണ് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. എങ്ങനെ സീക്വൻസിന്റെ ലിമിറ്റ് ഡിഫൈൻ ചെയ്യാം, ലിമിറ്റ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ സീക്വൻസുകൾക്കാണ് ലിമിറ്റുള്ള സീക്വൻസുകളെ നമ്മൾ കൺവർജൻസ് സീക്വൻസസ് എന്ന് പറയുന്നു, അല്ലാത്തതിനെ ഡൈവർജൻ എന്ന് പറയുന്നു, എങ്ങനെ ലിമിറ്റ് കണ്ടുപിടിക്കാം, ഇവ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ കഴിഞ്ഞ വീഡിയോകളിൽ 3 വീഡിയോ ആയിട്ട് 4 വീഡിയോ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് മുതൽ നമ്മൾ പറയാൻ പോകുന്നത് ഇൻഫിനിറ്റ് സീരീസ് എന്താണ് എന്നുള്ള ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് സീക്വൻസ് ഉപയോഗത്തിനേക്കാൾ എത്രയോ ഇരട്ടി ഉപയോഗം കൂടുതലുള്ള ഒരു കോൺസെപ്റ്റാണ് ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇൻഫിനിറ്റ് സീരീസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതും എല്ലാം സീക്വൻസിന്റെ ബേസിസിലാണ്. കൺവർജൻസ് ചെക്ക് ചെയ്യുന്നതും എല്ലാം തന്നെ സീക്വൻസിന്റെ ബേസിസിലാണ്. അപ്പോൾ സീക്വൻസ് ഡിഫൈൻ ചെയ്തതിന് ശേഷം മാത്രമേ സീരീസിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഇൻഫിനിറ്റ് സീരീസ് ഡിഫൈൻ ചെയ്യാൻ പറ്റുക, എന്താണ് സീക്വൻസ് തമ്മിലുള്ള കണക്ഷൻ എന്നൊക്കെ ഈ ഡെഫിനേഷൻ എന്നൊക്കെ ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ നമ്മൾ ഇൻഫിനിറ്റ് സീരീസും അതിന്റെ കൺവർജൻസും കുറച്ച് 5-6 വീഡിയോ വേണ്ട ഒരു ടോപ്പിക്കാണ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കൺസിഡർ സീക്വൻസ് an ഓഫ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ സീക്വൻസ് an എന്ന് പറയുന്നത് ഒരു കുറേ റിയൽ നമ്പറുകളിലെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത പോലത്തെ ഒരു സീക്വൻസ് ആണ്. സാധാരണ സീക്വൻസ് ആണ്, പ്രത്യേകതകളൊന്നുമില്ല, ഒരു സീക്വൻസ് ആണ് സീക്വൻസ് an എന്ന് പറയുന്നത്. Then the expression a1 plus a2 plus a3 plus etc. is called an infinite series and it is denoted as sigma an or sigma n equal to 1 to infinity an. അതായത് ഈ സീക്വൻസിലെ ടേമുകളെ പ്ലസ് ആഡ് ചെയ്ത് അഡീഷണൽ സബ്ട്രാക്ഷൻ വരും, നെഗറ്റീവ് സൈൻ വരുമ്പോൾ. അപ്പോൾ ആഡ് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ സീക്വൻസ് എ എന്ന് പറഞ്ഞാൽ സാധാരണ റിയൽ നമ്പറുകളിലെ സീക്വൻസ് ആണ്. പക്ഷേ ആഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് എ സീരീസ് or that is called an infinite series. അപ്പോൾ സീക്വൻസിൽ നിന്നാണ് നമ്മൾ സീരീസിലേക്ക് വരുന്നത്. സീക്വൻസ് എ എന്ന് പറയുന്ന ഒരു സീക്വൻസ് ആണെങ്കിൽ സിഗ്മ എ ജനറൽ എക്സ്പ്രഷൻ ഫോർ ആൻ ഇൻഫിനിറ്റ് സീരീസ് ഈസ് സിഗ്മ എ എൻ ഓർ a1 plus a2 plus a3 plus etc. അങ്ങനെ കൂട്ടി എഴുതുന്നതിനെയാണ് നമ്മൾ സീരീസ് എന്ന് പറയുന്നത്. Now നമ്മളിനി അപ്പോൾ അതാണ് ഇൻഫിനിറ്റ് സീരീസിന്റെ ഡെഫിനിഷൻ. Now സിഗ്മ എ എൻ ഈക്വൽ ടു a1 plus a2 plus a3 plus a4 plus etc. അപ്പോൾ നമ്മൾ nth പാർഷ്യൽ സം എന്താണ് എന്നുള്ളതാണ് അടുത്ത് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. nth പാർഷ്യൽ സം, അതായത് ഒരു ഇൻഫിനിറ്റ് സീരീസ് തന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ n ടേമുകളെ അല്ലെങ്കിൽ n ടേമുകളെ സം ചെയ്ത് കിട്ടുന്ന ആ ക്വാണ്ടിറ്റിയാണ് nth പാർഷ്യൽ സം എന്ന് പറയുന്നത്. അതായത് Sn ഈക്വൽ ടു ആദ്യത്തെ n ടേമുകളുടെ സം a1 plus a2 plus a3 plus etc. an is called the nth partial sum of the given series. ഓക്കെ, അപ്പോൾ ഒരു ഇൻഫിനിറ്റ് സീരീസ് ഉണ്ടാകും. ആ സീരീസിലെ ആദ്യത്തെ n ടേമുകളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ക്വാണ്ടിറ്റിയാണ് നമ്മൾ nth പാർഷ്യൽ സം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ Sn എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് Sn ഈക്വൽ ടു a1 plus a2 plus a3 plus etc. up to an. Now ഈ Snകൾ തന്നെ നമുക്ക് ഒരു സീക്വൻസ് ഉണ്ടാക്കാം. Snകൾ കൊണ്ടൊരു സീക്വൻസ് ഉണ്ടാക്കാം. S1 എന്ന് പറയുന്നത് ആദ്യത്തെ ടേം, S2 എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ടാമത്തെ ടേമിന്റെ സം, S3 എന്ന് പറയുന്ന ആദ്യത്തെ 3 ടേമുകളുടെ സം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? S1, S2, S3 അങ്ങനെ സീക്വൻസ് Sn എന്ന് പറയും. ദാറ്റ് ഈസ് കോൾഡ് ദ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ആൻഡ് an is called the nth term of. അപ്പോൾ a എന്ന് പറഞ്ഞാൽ സാധാരണ nth term of the series ആണ്. അപ്പോൾ nth പാർഷ്യൽ സം എന്ന് പറയുന്ന ആദ്യത്തെ n ടേമുകളെ ആഡ് ചെയ്ത് കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് nth പാർഷ്യൽ സം എന്ന് പറയുന്നത്. അപ്പോൾ ഈ nth പാർഷ്യൽ സം കൊണ്ട് തന്നെ നമുക്കൊരു സീക്വൻസ് ഉണ്ടാക്കാൻ പറ്റും. അതായത് S1, S2, S3, S4 etc. S1 എന്ന് പറയുന്ന ആദ്യത്തെ ടേം ആണ്. S2 എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ടാമത്തെ ടേമിന്റെ സം ആണ്. S3 എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ടേമിന്റെ സം ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? S1, S2, S3, S4 എന്ന് പറയുന്ന ഒരു പുതിയ സീക്വൻസ് ആണ് കിട്ടുന്നത്. ആ സീക്വൻസിനെയാണ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എന്ന് പറയുന്നത്. സീക്വൻസ് ഓഫ് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് nth പാർഷ്യൽ സംസ് സീക്വൻസ് Sn എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ 2 കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഇൻഫിനിറ്റ് സീരീസ് എന്താണെന്ന് പറഞ്ഞു, a1 plus a2 plus etc. അതായത് സിഗ്മ an, അതിനെയാണ് ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറയുന്നത്. ഇൻഫിനിറ്റ് സീരീസിന്റെ ആദ്യത്തെ n ടേമുകളെ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ S1 ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് a1 plus a2 plus etc. an, അതിനെയാണ് നമ്മൾ Sn എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. Sn എന്ന് പറയുന്നത് തന്നെ ഒരു സീക്വൻസ് ആണ്. S1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്
ടേം മാത്രം. അപ്പോൾ S2 S3 അപ്പോൾ നമുക്കൊരു പുതിയൊരു സീക്വൻസ് കിട്ടും. And that sequence Sn is called the sequence of nth partial sums of the given infinite series. അപ്പോൾ നമുക്ക് ഈ ചെറിയ രണ്ട് എക്സാമ്പിൾ എടുത്ത് നോക്കാം. കൺസിഡർ an equal to -1 raised to n. സിഗ്മ n equal to 1 to infinity an എന്ന് പറയുന്നത് സിഗ്മ n equal to 1 to infinity -1 raised to n ആണ്. നമ്മുടെ an nth ടേം എന്ന് പറയുന്നത് -1 raised to n ആണ്. അപ്പോൾ സിഗ്മ n equal to 1 to infinity an എന്ന് പറയുന്നത് സിഗ്മ n equal to 1 to infinity -1 raised to n. അപ്പോൾ നോക്കി നോക്കാം. -1 raised to n -1 + 1 -1 + 1 -1 + 1 അങ്ങനെയാണ് വരിക. അപ്പം നിങ്ങൾക്ക് സംശയം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അവിടെ എഴുതാം. ദിസ് ഈസ് ദ സെയിം ആസ് n-നെ 1 എന്ന് കൊടുക്കുമ്പോൾ -1 + 1 -1 + 1 അങ്ങനെ പോകും. അങ്ങനെ ഇൻഫിനിറ്റി വരെ പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ സിഗ്മ n equal to 1 to infinity an if an equal to -1 raised to n. അപ്പോൾ അതൊരു ഇൻഫിനിറ്റ് സീരീസ് ആണ്. -1 + 1 -1 + 1 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ആൻ ഇൻഫിനിറ്റ് സീരീസ്. അതിൽ S1 എന്ന് പറയുന്നത് എന്താണ്? S1 എന്ന് പറയുന്നത് ഇതിലത്തെ ആദ്യത്തെ ടേമാണ്. ദാറ്റ് ഈസ് -1. S2 എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെയും രണ്ടാമത്തെയും ടേമിൻ്റെ സെക്കൻഡ് പാർഷ്യൽ സം ആണ്. ആദ്യത്തെയും രണ്ടാമത്തെയും ടേമിൻ്റെ സം ആണ്. -1 + 1 -1 + 1 0 ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. S3 എന്ന് പറഞ്ഞാൽ -1 + 1 -1 ആദ്യത്തെ 3 ടേമുകളുടെ സം ആണ്. -1 + 1 -1 ദാറ്റ് ഈസ് -1. S4 എന്ന് പറഞ്ഞാൽ -1 + 1 -1 + 1 ആദ്യത്തെ 4 ടേമുകളുടെ സമ്മാണ്. അത് 0 ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് Sn-നെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? സീക്വൻസ് Sn-നെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും? സീക്വൻസ് Sn equal to 0 if n is even. S2 0 ആണ്. S1 -1 ആണ്. S3 -1 ആണ്. S4 0 ആണ്. അപ്പോൾ Sn equal to 0 if n is even. Sn equal to -1 if n is odd. So that is the definition for nth sequence of nth partial sums. അപ്പോൾ ജസ്റ്റ് ഒരു സാധാരണ ഒരു എക്സാമ്പിൾ ആണ്. നമുക്ക് ഓരോരോ എക്സാമ്പിൾ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അധികം എക്സാമ്പിളുകൾ പറയുന്നില്ല. നമുക്ക് അതല്ല, അതിനേക്കാൾ കൂടുതൽ ആവശ്യമുള്ള കൺവെർജൻസ് ആണ്. കൺവെർജൻസ് ഓഫ് എൻ ഇൻഫിനിറ്റ് സീരീസ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഈ സീരീസിൻ്റെ സം എത്രയാണ്? ആദ്യത്തെ ടേം -1 ആണ്. ആദ്യത്തെ 2 ടേമുകൾ ആഡ് ചെയ്യുമ്പോൾ 0 ആണ്. ആദ്യത്തെ 3 ടേമുകൾ ആഡ് ചെയ്യുമ്പോൾ -1 ആണ്. ആദ്യത്തെ 4 ടേമുകൾ ആഡ് ചെയ്യുമ്പോൾ 0 ആണ്. 5 ടേം ആഡ് ചെയ്യുമ്പോൾ -1 ആണ്. 6 ടേം ആഡ് ചെയ്യുമ്പോൾ 0 ആണ്. ചെയ്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ സം എന്ന് പറഞ്ഞാൽ -1 ആണോ 0 ആണോ? ആദ്യത്തെ ടേം -1, ആദ്യത്തെ 2 ടേമുകൾ ആഡ് ചെയ്യുമ്പോൾ 0, ആദ്യത്തെ 3 ടേമുകൾ ആഡ് ചെയ്യുമ്പോൾ അഗെയിൻ -1, 4 ടേം ആഡ് ചെയ്യുമ്പോൾ 0, 5 ടേം ആഡ് ചെയ്യുമ്പോൾ അഗെയിൻ -1, 0 -1 0 -1 അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആക്ച്വൽ സം? അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചറിയാം, ഇതിന് സം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദിസ് സീരീസ് ഡസ് നോട്ട് ഹാവ് എ സം. അതായത് സീക്വൻസ് Sn, ഇവിടെ സീക്വൻസ് Sn എന്ന് പറയുന്നത് നോക്കി നോക്കൂ. സീക്വൻസ് Sn എന്ന് പറയുന്ന സീക്വൻസ് S എന്ന് പറയുന്ന സീക്വൻസ് എന്താ പറയുക? 0 -1 0 -1 0. ദാറ്റ് ഡസ് നോട്ട് കൺവെർജ്. ഓക്കെ, അപ്പോൾ ഈ സീരീസിന്, ഇൻഫിനിറ്റ് സീരീസിന് സം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ സീക്വൻസ് എടുത്ത് നോക്കിയപ്പോൾ, സീക്വൻസ് ഓഫ് nth പാർഷ്യൽ സം എടുത്ത് നോക്കിയപ്പോൾ ദാറ്റ് ഡസ് നോട്ട് കൺവെർജ്. അപ്പോൾ നമുക്ക് ജനറലി നമുക്കൊരു കൺവെർജൻസിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാൻ പറ്റും? ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണിത്. ഇതൊരു ഇൻഫിനിറ്റ് സീരീസ് ആണ്. സിഗ്മ a if an equal to -1 raised to n, സിഗ്മ an is an infinite series. അതിൻ്റെ nth പാർഷ്യൽ സമ്മുകളുടെ സീക്വൻസ് ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഇത് ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിന് സം മാറിക്കൊണ്ടേയിരിക്കും. 0 1 0 -1 0 -1 മാറിക്കൊണ്ടിരിക്കും. nth പാർഷ്യൽ സമ്മിൻ്റെ കൺവെർജൻസ് നോക്കി നോക്കൂ. nth പാർഷ്യൽ സമ്മിൻ്റെ കൺവെർജൻസ്, that sequence does not converge. That alternates between 0 and -1. ഒരു പ്രത്യേക സംഖ്യയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നില്ല. 0 and -1 0 -1 അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ sequence of nth partial sum does not converge. Also this infinite series does not converge. അപ്പോൾ ഇൻ ജനറൽ ഒരു ഡെഫിനിഷൻ, ഒരു ഇൻഫിനിറ്റ് സീരീസിൻ്റെ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അതാണ് നമ്മളടുത്ത് പറയാൻ പോകുന്നത്. കൺവെർജൻസ് ഓഫ് ആൻ ഇൻഫിനിറ്റ് സീരീസ്. ലെറ്റ് k equal to sigma k equal to 1 to infinity ak be an infinite series and Sn be the sequence of partial sums of the series. അപ്പോൾ സിഗ്മ k equal to 1 to infinity ak എന്ന് പറയുന്ന ഒരു സാധാരണ ഇൻഫിനിറ്റ് സീരീസ് ആണ്. Sn സീക്വൻസ് Sn എന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ പോലെ ഒരു സീക്വൻസ് ആണ്. ആ സീക്വൻസ് nth പാർഷ്യൽ സമ്മുകളുടെ സീക്വൻസ് ആണ്. ഈ ഇൻഫിനിറ്റ് സീരീസിൻ്റെ nth പാർഷ്യൽ സമ്മുകളുടെ, അത് ഇവിടുത്തെ പോലെ S1 S2 S3 S4 അങ്ങനെ ആ ഒരു സീക്വൻസ് ആണ് നമ്മുടെ സീക്വൻസ് Sn എന്ന് പറയുന്നത്. The sequence of partial sums of the series is denoted as Sn. That is Sn equal to a1 plus a2 plus etc. up to an. Sn എന്ന് പറഞ്ഞാൽ S1 എന്ന് പറഞ്ഞാൽ a1 മാത്രം, S2 എന്ന് പറഞ്ഞാൽ a1 plus a2, S3 എന്ന് പറഞ്ഞാൽ സംശയം വേണ്ട S1 equal to a1, S2 equal to a1 plus a2 അങ്ങനെ പോകുന്നു. S3 is a1 plus a2 plus a3.
If sigma Sn sequence Sn if sigma Sn if sequence Sn converges, then we say that the infinite series sigma An അല്ലെങ്കിൽ sigma Ak converges. If limit n tends to infinity Sn equal to S, then the value S is considered as the sum of sigma Ak. വളരെ ബേസിക് ആയിട്ട് ഡെഫിനിഷൻ ആണ്. സിഗ്മ Ak എന്ന് പറയുന്ന സീരീസ് ഇൻഫിനിറ്റ് സീരീസ് കൺവെർജ് ചെയ്യുന്ന എപ്പോഴാണ്? when sequence Sn എന്ന് പറയുന്നത് അതിൻ്റെ സീക്വൻസ് ഓഫ് nth പാർഷ്യൽ സംസ് ആണ്. അപ്പോൾ സിഗ്മ Ak എന്ന് പറയുന്ന സീരീസിൻ്റെ സീക്വൻസ് ഓഫ് nth പാർഷ്യൽ സംസ് ആണ് Sn എന്ന് പറയുന്നത്. If Sn converges, if this sequence Sn converges, then the infinite series sigma Ak will converge. That is, if limit n tends to infinity Sn equal to S, സീക്വൻസിൻ്റെ ലിമിറ്റ് ആണ്. സീക്വൻസ് ഓഫ് nth പാർഷ്യൽ സമ്മിൻ്റെ ലിമിറ്റ് ആണ്. ലിമിറ്റ് n tends to infinity Sn equal to S, then S is the sum of that particular infinite series. അപ്പോൾ സിഗ്മ Ak എന്ന് പറയുന്ന ഇൻഫിനിറ്റ് സീരീസിൻ്റെ സീക്വൻസ് ഓഫ് nth പാർഷ്യൽ സമ്മാണ് സീക്വൻസ് Sn. ഈ സീക്വൻസ് Sn കൺവെർജ് ചെയ്യുകയാണെങ്കിൽ സിഗ്മ Ak ഇൻഫിനിറ്റ് സീരീസ് സിഗ്മ Ak will have a definite sum or sigma Ak will converge. And if sequence Sn does not converge, the infinite series will not have a limit. അതായത് ഇവിടുത്തെ പോലെയാണ്. സീക്വൻസ് Sn കൺവെർജ് ചെയ്യില്ല. അപ്പോൾ ഇൻഫിനിറ്റ് സീരീസിന് ഡെഫിനിറ്റ് സം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. Now, if limit n tends to infinity Sn equal to S, അപ്പോൾ സീക്വൻസ് ഓഫ് nth പാർഷ്യൽ സമ്മിൻ്റെ ലിമിറ്റ് S ആണ്. അങ്ങനെയാണെങ്കിൽ എസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി തന്നെയാണ് എന്തിൻ്റെ ലിമിറ്റ്, എന്തിൻ്റെ സം, ഈ ഇൻഫിനിറ്റ് സീരീസിൻ്റെ സം ആയിട്ട് വരുന്നത്. അപ്പോൾ ഇൻഫിനിറ്റ് സീരീസ് കൺവെർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് കൺവെർജ് ചെയ്യുന്നത്? സീക്വൻസ് ഓഫ് nth പാർഷ്യൽ സം കൺവെർജ് ചെയ്യണം. ലിമിറ്റ് n tends to infinity Sn എസ് ആണെങ്കിൽ ആ എസിനെ തന്നെയാണ് സിഗ്മ Akയുടെ സം അല്ലെങ്കിൽ ആ ഇൻഫിനിറ്റ് സീരീസിൻ്റെ സം ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. എസ് എന്നുള്ള ലിമിറ്റ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ സീക്വൻസ് Sn കൺവെർജ് ചെയ്യുന്നില്ലെങ്കിൽ ദ ഗിവൺ ഇൻഫിനിറ്റ് സീരീസ് സീക്വൻസ് അല്ല ഗിവൺ ഇൻഫിനിറ്റ് സീരീസ് ഓൾസോ ഡൈവർജസ്. ഇത്രയാണ് വളരെ ബേസിക് ആയിട്ട് ഇൻഫിനിറ്റ് സീരീസിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് പറയാനുള്ളത്. അപ്പോൾ ഒരു സീക്വൻസ് നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, സീക്വൻസ് An. അതെല്ലാം കൂടെ പ്ലസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് സീരീസ് ആയി. ഒൺസ് ഇൻഫിനിറ്റ് സീരീസ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ കൺവെർജൻസ് ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം? വീണ്ടും പുതിയൊരു സീക്വൻസിൻ്റെ കോൺസെപ്റ്റ് കൊണ്ടുവരണം. അതാണ് nth പാർഷ്യൽ സം എന്ന് പറയുന്ന സീക്വൻസ്. nth പാർഷ്യൽ സമ്മിൻ്റെ സീക്വൻസ് S1, S2, S3. അതാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സം ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേം, സം ഓഫ് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ടേം. അപ്പോൾ nth പാർഷ്യൽ സമ്മുകളുടെ സീക്വൻസ് ആണ് Sn. അപ്പോൾ സീക്വൻസ് Sn കൺവെർജ് ചെയ്യുകയാണെങ്കിൽ ഒറിജിനൽ ഇൻഫിനിറ്റ് സീരീസും കൺവെർജ് ചെയ്യും. ലിമിറ്റ് n tends to infinity Sn S ആണെങ്കിൽ ആ S തന്നെയാണ് ഒറിജിനൽ ഇൻഫിനിറ്റ് സീരീസിൻ്റെ ലിമിറ്റ് അല്ലെങ്കിൽ സം ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. നൗ വി വിൽ ഡു 1 or 2 എക്സാമ്പിൾസ്. 2 എക്സാമ്പിൾ ഉണ്ട്, ചെയ്ത് നോക്കാം. അതർവൈസ് സിഗ്മ Ak is said to be divergent. എസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഡൈവർജന്റ് ആണ്. നൗ സിഗ്മ K equal to 1 to infinity n by 3 raised to n, then find S4 and S5. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ വന്നിട്ടുള്ള പ്രോബ്ലം ആണ്. ഇതാണ് നമ്മുടെ സീരീസ്. S4ഉം S5ഉം കണ്ടുപിടിക്കണം. S4 എന്ന് പറഞ്ഞാൽ ഫോർത്ത് പാർഷ്യൽ സം, S5 എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് പാർഷ്യൽ സം. S4 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4 ടേമുകളെ ആഡ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. S5 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 ടേമുകൾ, ആ സീരീസിലെ ആദ്യത്തെ 5 ടേമുകളെ ആഡ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. വളരെ എളുപ്പമുള്ള ഒരു പ്രോബ്ലമാണ്. ജസ്റ്റ് ഒരു ഡെഫിനേഷൻ തറവാക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം. സിഗ്മ K equal to 1 to infinity n by 3 raised to n. നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ Kക്ക് 1 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ I think this is better. Sigma, this is K by 3 raised to n അല്ല 3 raised to K by 3 raised to K equal to K by 3 raised to K. അത് എന്നും K അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണ്ട. സോ സിഗ്മ K equal to 1 to infinity K by 3 raised to K. അപ്പോൾ സിഗ്മ K equal to 1 to infinity K by 3 raised to K equal to Kക്ക് 1 എന്ന് കൊടുക്കുമ്പോൾ 1 by 3, Kക്ക് 2 എന്ന് കൊടുക്കുമ്പോൾ 2 by 3 സ്ക്വയർ, Kക്ക് 3 എന്ന് കൊടുക്കുമ്പോൾ 3 by 3 raised to 3. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റ് സീരീസ്. സിഗ്മ K equal to 1 to infinity K by 3 raised to K equal to 1 by 3 plus 2 by 3 square plus 3 by 3 cube plus 4 by 3 raised to 4 plus etc. This is our infinite സീരീസ്. ഇതിൽ S4 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4 ടേമുകൾ ആഡ് ചെയ്തിട്ടുള്ളതാണ്. 1, 2, 3, 4. അപ്പോൾ 1 by 3 plus 2 by 3 square plus 3 by 3 cube plus 4 by 3 raised to 4. അതാണ് S4. ആദ്യത്തെ 5 ടേം ഇതുവരെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് S5 ആയി. അപ്പോൾ 1 by 3 plus 2 by 3 square plus 3 by 3 cube plus 4 by 3 raised to 4 plus 5 by 3 raised to 5. That is S5. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഞാൻ കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. That is the nth partial sum, fourth partial sum and fifth partial sum. Now check the convergence of the infinite series 1 plus 1 by 2 plus 1 by 2 square plus 1 by 2 cube plus etc. അപ്പോൾ ഇതിൻ്റെ
കൺവെർജൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ nth പാർഷ്യൽ സമ്മിൻ്റെ സീക്വൻസ് കൺവെർജൻ്റ് ആണോ എന്നുള്ളത് നോക്കണം. nth പാർഷ്യൽ സമ്മിൻ്റെ സീക്വൻസ് കൺവെർജൻ്റ് ആണോ നോക്കണമെങ്കിൽ നമുക്ക് എഴുതി നോക്കാം. S1 that is 1 ഫസ്റ്റ് ടേം, S2 എന്ന് പറഞ്ഞാൽ 1 + 1/2, S3 എന്ന് പറഞ്ഞാൽ 1 + 1/2 + 1/2 സ്ക്വയർ. അപ്പോൾ അതാണ് നമ്മുടെ SN. ഇൻ ജനറൽ SN ഈക്വൽ ടു ആദ്യത്തെ n ടേമുകളുടെ സമ്മാണ്. ഇൻ ജനറൽ SN ഈക്വൽ ടു ആദ്യത്തെ n ടേം എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഫസ്റ്റ് ടേം, ദിസ് ഇസ് സെക്കൻഡ് ടേം, ദിസ് ഇസ് തേർഡ് ടേം. 2 എന്ന് പറയുന്നത് 1/2 എന്ന് പറയുന്നത് സെക്കൻഡ് ടേം ആണ്. 1/2 സ്ക്വയർ എന്ന് പറയുന്നത് തേർഡ് ടേം ആണ്. 1/2 ക്യൂബ് എന്ന് പറയുന്നത് ഫോർത്ത് ടേം ആണ്. അപ്പോൾ nth ടേം എന്ന് പറയുമ്പോൾ എന്താ പറയുക? SN ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം പ്ലസ് എക്സെട്രാ. nth ടേം എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. നോക്കൂ, സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ 1/2 ആണ്. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ 1/2 സ്ക്വയർ ആണ്. ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ 1/2 ക്യൂബ് ആണ്. ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആയിരിക്കും. അപ്പോൾ nth ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/2 സെക്കൻഡ് ടേം 1/2 തേർഡ് ടേം 1/2 ഫോർത്ത് ടേം 1/2 നമുക്ക് 3 ആണ് വരുന്നത്. അപ്പോൾ 4 - 1 അതേപോലെ തന്നെയാണ്. SNS അല്ലെങ്കിൽ nth ടേം ഇസ് 1/2 അപ്പോൾ SN = 1 + 1/2 + 1/2 സ്ക്വയർ പ്ലസ് എക്സെട്രാ അപ് ടു 1/2 Now, ഇത് ഒരു ഫൈനൈറ്റ് ജോമെട്രിക് സീരീസ് ആണ്. ഫൈനൈറ്റ് ജോമെട്രിക് സീരീസ് ആയതുകൊണ്ട് ഇതിൻ്റെ സം എന്ന് പറഞ്ഞാൽ A - r⁻n/a-r. അത് നിങ്ങൾ മുന്നത്തെ ഏതെങ്കിലും ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. a-r⁻n/a-r ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു ഫൈനൈറ്റ് ഇൻഫിനിറ്റ് സീരീസിൻ്റെ a/1 - r ആണ്. ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസിൻ്റെ a/1 - r ആണ്. അത് പിന്നീട് വരുന്നതാണ്. ഇതൊരു ഫൈനൈറ്റ് ജോമെട്രിക് സീരീസ് ആയതുകൊണ്ട് a-r⁻n/a-r എന്നുള്ളതായിരിക്കും അതിൻ്റെ സമ്മ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സം ഈ SN എന്ന് പറയുന്നത് ഇതാണെങ്കിൽ ദ സം ഓഫ് ദിസ് എക്സ്പ്രഷൻ a-r⁻n അപ്പോൾ 1 - 1/2 / 1 - 1/2 അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 × 1 - 1/2 എന്ന് വരും. ഇതിനെ വെറുതെ സിംപ്ലിഫൈ ചെയ്താൽ മതി. 2നെ മുകളിലേക്ക് എടുത്തിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 × 1 - 1/2 സാധാരണ സിംപ്ലിഫൈ 1 - 1/2 ഇസ് സിംപ്ലി 1/2. അപ്പോൾ ആ 2നെ മുകളിലേക്ക് എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യും. അപ്പോൾ SN = 2 × 1 - 1/2 Now, ലിമിറ്റ് നമുക്കറിയാം. ഈ SN കൺവെർജ് ചെയ്യുകയാണെങ്കിലാണ് ഒറിജിനൽ സീരീസ് കൺവെർജ് ചെയ്യുക. SN എന്ന് പറഞ്ഞാൽ ഇതാണ് എക്സ്പ്രഷൻ. അപ്പോൾ വി ഹാവ് ടു ചെക്ക് വെദർ ലിമിറ്റ് SN എക്സിസ്റ്റ് ആൻഡ് ദാറ്റ് ലിമിറ്റ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ് വിൽ ബി ദ സം ഓഫ് ദ ഇൻഫിനിറ്റ് സീരീസ്. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി SN = ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2 × 1 - 1/2 ലിമിറ്റ് SN. ഓർക്കുക, ഇൻഫിനിറ്റ് സീരീസിന്റെ കൺവെർജൻസ് നേരിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റില്ല. SN എഴുതിയതിന് ശേഷം സീക്വൻസ് ഓഫ് nth പാർഷ്യൽ സം എഴുതിയതിന് ശേഷം അതിന്റെ ലിമിറ്റ് കണ്ടുപിടിച്ചിട്ട് വേണം ഇൻഫിനിറ്റ് സീരീസിന്റെ ലിമിറ്റിനെ നമ്മൾ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ SN നമ്മൾ എഴുതി. ഇവിടെ നമ്മൾ ഈ ഫോർമുലയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. Now ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി SN = ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2 × 1 - 1/2 ഈ 1 - 1/2 ഈ 1/2 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. 1/2 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് 1/2 ആൻഡ് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയതുകൊണ്ട് 1/2 ലെസ് ദാൻ 1 ആയതുകൊണ്ട് 0 ആയിരിക്കും. നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അത് പ്രൂവ് ചെയ്ത് 1/n പോലെ തന്നെയാണ്. വെൻ n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ടെൻസ് ടു 0 എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. 1/2 എന്ന് പറയുന്നത് 1/2 എന്ന് പറയുന്നത് വെൻ n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2 1/2 സ്ക്വയർ 1/2 ഇപ്പോൾ ഡിനോമിനേറ്റർ വളരെ പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 1/2 1/2 സ്ക്വയർ 1/2 ക്യൂബ് 1/2 മുകളിൽ 1 തന്നെയാണ്. പക്ഷേ അടിയിൽ ഡിനോമിനേറ്ററിന് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് this limit n tends to infinity, this quantity is 0. അപ്പോൾ as a whole this limit becomes 2 × 1 - 0 2 × 1 - 0 that is 2 itself. അപ്പോൾ ലിമിറ്റ് n tends to infinity SN = 2. അതായത് ഈ തന്നിട്ടുള്ള ഇൻഫിനിറ്റ് സീരീസിന്റെ ലിമിറ്റ് that converges and the sum of this infinite series is what? 2 itself. അപ്പോൾ SN എഴുതി, SNന്റെ ലിമിറ്റ് കണ്ടുപിടിച്ചു. ആ ലിമിറ്റ് തന്നെയാണ് ഒറിജിനൽ സീരീസിന്റെ ലിമിറ്റ് ആയിട്ട് വരുന്നത്. ഈ ലിമിറ്റ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ദിസ് സീരീസ് വിൽ ബി ഡൈവർജന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെഫിനേഷൻ നേരിട്ട് അപ്ലൈ ചെയ്തത്രേ ഉള്ളൂ. ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു അൾജിബ്രായിക് സിംപ്ലിഫിക്കേഷനും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും മെത്തേഡ് ഒന്ന് തന്നെയാണ്. ഇൻഫിനിറ്റ് സീരീസിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അത് സം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? സീക്വൻസ് ഓഫ് nth പാർഷ്യൽ സംസ് എഴുതണം. അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. ഇവിടുത്തെ പോലെ അതിൻ്റെ ലിമിറ്റ് 2 ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് 2 ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. 2 അത് തന്നെയായിരിക്കും ഈ ഇൻഫിനിറ്റ് സീരീസിന്റെ സമ്മായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. Now come to the next problem. Check the convergence of the series 1/1 × 2 + 1/2 × 3 + 1/3 × 4 + 1/4 × 5 + etc. ഒരു ടിപ്പിക്കൽ പ്രോബ്ലം ആണ്. ടെക്സ്റ്റിൽ വർക്ക്ഔട്ട് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. എക്സാമിന് ചോദിച്ചും കാണാറുണ്ട്.
ഈ രീതിയിൽ ചെയ്താൽ മാത്രമേ അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഓർക്കുക, ദിസ് ഇസ് എൻ ഇൻഫിനിറ്റ് സീരീസ്. ഇതിൻ്റെ കൺവർജൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ SN ഇതിൻ്റെ nth പാർഷ്യൽ സമ്മിൻ്റെ കൺവർജൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. nth പാർഷ്യൽ സം ആദ്യം കണ്ടുപിടിക്കണം. nth പാർഷ്യൽ സം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്താ nth പാർഷ്യൽ സം എന്ന് പറയുന്നത്? A1 + A2 + A3 + extra up to AN. ആദ്യത്തെ n ടേമുകൾ ആഡ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം. A1 = 1/1 × 2. 1/1 × 2നെ ഞാൻ വേറെ തരത്തിൽ എഴുതാണ്. 1/1 - 1/2. A2 എന്ന് പറയുന്നത് 1/2 × 3. 1/2 - 1/3. ചെയ്ത് നോക്കിയാൽ അറിയാം. LCM എടുത്ത് ചെയ്ത് നോക്കിയാൽ അറിയാം. 1/2 × 3. This is the same as 1/6. This is also 1/6. 3 - 2/6. 1/6. അപ്പോൾ A3 1/3 × 4. That is 1/3 - 1/4. A4 1/4 × 5. That is 1/4 - 1/5. A5 എന്ന് പറഞ്ഞാൽ 1/5 × 6. That is 1/5 - 1/6. എല്ലാം ഒരേപോലെ തന്നെയാണ്. A1 എന്ന് പറഞ്ഞാൽ 1/1 × 2. അപ്പോൾ 1/1 - 1/2. A2 എന്ന് പറഞ്ഞാൽ 1/2 × 3. That is 1/2 - 1/3. അങ്ങനെ A6 is 1/6 × 7. That is 1/6 - 1/7. അങ്ങനെ പോകുന്നു. Now SN എന്ന് പറയുന്നത് A1 + A2 + A3 + etc. AN ആണ്. നോക്കൂ, A6 എന്ന് പറയുന്നത് 1/6 - 1/7. A5 എന്ന് പറയുന്നത് 1/5 - 1/6. അപ്പോൾ what will be our AN our AN എന്തായിരിക്കും വരിക? AN എന്ന് പറഞ്ഞാൽ A6 എന്ന് പറഞ്ഞാൽ n ഇൻറ്റു A6 is 1/6 × 7. അപ്പോൾ AN എന്തായിരിക്കും? n × n + 1, which is equal to 1/n - 1/n + 1. അങ്ങനെയല്ലേ വരും? നോക്കൂ, ഒരു ജനറലൈസേഷൻ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. A6 is 1/6 - 1/7. അപ്പോൾ AN എന്തായിരിക്കും? A6 എന്ന് പറഞ്ഞാൽ 1/6 × 7. AN എന്ന് പറഞ്ഞാൽ 1/n × n + 1. AN is 1/n × n + 1. 6 × 7 പോലെ തന്നെ 1/n × n + 1. 1/6 - 1/7 എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. A6 എന്ന് പറയുന്നത് 1/6 × 7 is 1/6 - 1/7. അപ്പോൾ AN എന്ന് പറയുന്നത് 1/n × n + 1. That is the same as 1/n - 1/n + 1. 1/n - 1/n + 1. ചെറിയൊരു സിംപ്ലിഫിക്കേഷൻ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഇതിനെ ഈ ക്വാണ്ടിറ്റി അങ്ങ് ജനറലൈസ് ചെയ്താൽ മതി. ഓരോന്നും വെച്ച് നോക്കൂ. A5 1/5 × 6 ആണ്. A6 1/6 × 7 ആണ്. അപ്പോൾ AN എന്തായിരിക്കും? 1/n × n + 1. That is 1/n - 1/n + 1. Now SN = A1 + A2 + A3 + etc. AN എല്ലാം കൂടെ ആഡ് ചെയ്യാണ്. അപ്പോൾ 1/1 - 1/2 + 1/2 - 1/3 + 1/3 - 1/4 + etc. 1/n - 1/n + 1. അതെല്ലാം കൂടെ ആഡ് ചെയ്തു. SN എന്ന് പറയുന്നത് 1/n this പ്ലസ് 1/n - 1/n + 1. ഞാനിവിടെ ബ്രാക്കറ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. നെഗറ്റീവ് ടേമുകളെ ഒരുമിച്ചും പോസിറ്റീവ് ടേമുകളെ ഒരുമിച്ചും നോക്കുകയാണ്. ദാറ്റ് മേക്സ് us to write പോസിറ്റീവ് ടേമുകൾ എന്ന് പറയുമ്പോൾ 1 + 1/2 + 1/3 + 1/4 + etc. 1/n. ആദ്യത്തെ ടേമുകളെല്ലാം പോസിറ്റീവാണ്. 1 + 1/2 + 1/3 + extra up to 1/n മൈനസ് രണ്ടാമത്തെ ടേമുകളെല്ലാം മൈനസ്. മൈനസ് കോമൺ ആയിട്ട് ഞാൻ പുറത്തേക്ക് എടുത്തു. മൈനസ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ -1/2 - 1/2 + 1/3 + 1/4 + 1/5 ഇവിടെ എല്ലാം പ്ലസ് ആവും. അപ് ടു എക്സ്ട്രാ പ്ലസ് 1/n + 1. നോക്കൂ, 1 അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. 1/2 - 1/2 1/3 ഇവിടെ ഒരു മൈനസ് ഉള്ളത് കൊണ്ടാണ്. -1/3 1/4 -1/4 എക്സെട്ര 1/n -1/n. അപ്പോൾ 1/2 മുതൽ 1/n വരെയുള്ള ടേമുകളെല്ലാം ക്യാൻസലായി പോകും ഈ രീതിയിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ. ഒന്നും ചെയ്തില്ല. ആൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ബ്രാക്കറ്റ് മാറ്റിയെന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് പോസിറ്റീവ് ടേമുകളുടെ ഗ്രൂപ്പാണ്. ഇത് നെഗറ്റീവ് സാരി വന്നിട്ടുള്ള ടേമുകളുടെ ഗ്രൂപ്പാണ്. അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് നെഗറ്റീവ് പുറത്തേക്ക് എടുത്തു. എല്ലാം കൂടെ ഇങ്ങനെ എഴുതിയെന്ന് മാത്രം. 1/2 - 1/2 1/3 - 1/3 1/4 - 1/4 എക്സെട്ര 1/n മൈനസ് ഇവിടെ 1/n ഉണ്ട്. ഞാൻ എഴുതാനുള്ളൊരു ബുദ്ധിമുട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ എഴുതി വെച്ചേക്കാം. ദാറ്റ് ഈസ് പ്ലസ് 1/n + 1/n + 1 എന്ന് വരും. അപ്പോൾ -1/n -1/n. അപ്പോൾ ഇവിടെ വരുന്നത് 1 സംഭവിക്കില്ല. 1/2 1/2 1/3 1/3 ഇതെല്ലാം ക്യാൻസലാക്കി കളഞ്ഞിട്ട് 1 അവസാനം 1/n + 1 മാത്രമാവും. 1 - 1/n + 1. അപ്പോൾ SN = 1 - 1/n + 1. ഒന്ന് സൂം ചെയ്ത് നോക്കുക. SN = 1 - 1/n + 1. Apply the limit, you get the answer as 1. അപ്പോൾ ലിമിറ്റ് n × SN = 1. So the series, the given infinite series converges to 1. അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ SN എഴുതി. SN ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ലിമിറ്റ് കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ ഇത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു കോൺസെപ്റ്റാണ്, ഒരു പ്രോബ്ലമാണ്. വളരെ എളുപ്പത്തിൽ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് SNൻ്റെ ലിമിറ്റ് SN എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. SNൻ്റെ ലിമിറ്റ് കിട്ടിയത് നിങ്ങൾക്ക് 1 ആണ്. ഈ അറേഞ്ച്മെൻറ്റ് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ബ്രാക്കറ്റ് മാറ്റുന്നു. ബ്രാക്കറ്റ് മാറ്റിയിട്ട് പോസിറ്റീവ് ടേമുകൾ നെഗറ്റീവ് ടേമുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നു.
1/2 -1/2 1/3 -1/3 അപ് ടു 1/n -1/n എല്ലാം ക്യാൻസലാക്കി കളഞ്ഞ് 1 -1/n + 1 മാത്രമാവും. ഈ ജനറലൈസേഷനും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ആൻഡ് അപ്ലൈയിങ് ദ ലിമിറ്റ് യു ഗെറ്റ് ദ ലിമിറ്റ് Sn as limit n tends to infinity Sn as 1. So the infinite series has a sum 1. അപ്പോൾ രണ്ട് ചെറിയ പ്രോബ്ലവും ഇൻഫിനിറ്റ് സീരീസിൻ്റെ ഡെഫിനിഷനും കൺവെർജൻസും ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്ലാസ്സുകളിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഫർദർ പ്രോബ്ലംസും ഫർദർ ഡെഫിനിഷൻസും ഫർദർ ടെസ്റ്റുകളും നമ്മൾ പറയുന്നതായിരിക്കും. ബാക്കി അടുത്ത വീഡിയോയിൽ എടുക്കാം. ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ. താങ്ക് യു.